നമസ്കാരം. പ്രവാസികൾ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഹോർമൂസ് കടലിടുക്ക് പ്രതിസന്ധി തുടരുകയാണ്. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് ഭാഗികമായി അടച്ചതിനെ തുടർന്ന് ആഗോള എണ്ണവില കുതിച്ചുയരുകയാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിൽ തുടരുകയാണ്. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ധനവില വർദ്ധിപ്പിക്കാൻ കാരണമായി. മിസൈൽ ആക്രമണങ്ങൾ, ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇസ്രായേൽ ആക്രമണം തുടരുമ്പോൾ തിരിച്ചടിയായി ഇറാൻ ഇസ്രായേലിനെ പ്രധാന നഗരങ്ങളിലേക്ക് ഡ്രോണുകളും മിസൈലുകളും അയക്കുന്നുണ്ട്. മേഖലയിലെ തങ്ങളുടെ സഖ്യകക്ഷികളെ സംരക്ഷിക്കാൻ അമേരിക്ക കൂടുതൽ യുദ്ധക്കപ്പലുകളും സൈന്യത്തെയും ഗൾഫ് മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇറാന്റെ സൈനിക നീക്കങ്ങളെ പ്രതിരോധിക്കാൻ US ഇസ്രായേലിന് പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ ഖത്തറിന്റെയും ഒമാന്റെയും നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ കപ്പൽ വേട്ട ചർച്ചകളെ പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും മേഖലയിൽ സംഘർഷം ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. മേഖലയിലെ ഗുരുതരമായ സാഹചര്യം ഇരുവരും ചർച്ച ചെയ്തതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. യുദ്ധം മൂലം സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലും അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കപ്പെടുന്നതിലും പ്രധാനമന്ത്രി മോദി ആശങ്ക രേഖപ്പെടുത്തി. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് ആഗോളതലത്തിൽ ഗുരുതരമായ ഭക്ഷ്യ പ്രതിസന്ധിക്ക് കാരണമായേക്കുമെന്നും റിപ്പോർട്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വളം കയറ്റുമതി തടസ്സപ്പെട്ടത് ഇന്ത്യ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലെ കൃഷിയെ ബാധിച്ചു തുടങ്ങി. ഇത് വരും മാസങ്ങളിൽ ആഗോള ഭക്ഷ്യക്ഷാമത്തിന് വഴിതെളിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി. ലോകത്ത് ഉപയോഗിക്കുന്ന നൈട്രജൻ വളത്തിന്റെ പകുതിയോളം ഉൽപ്പാദിപ്പിക്കുന്ന ഗൾഫ് മേഖലയിലാണ്. ഹോർമൂസ് കടലിടുക്ക് വഴി മാസം തോറും 1.33 ദശലക്ഷം ടൺ വളമാണ് കയറ്റുമതി ചെയ്യുന്നത്. കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെ വളത്തിന്റെ വില 10% മുതൽ 30% വരെ വർദ്ധിച്ചിട്ടുണ്ട്. വളത്തിന്റെ ലഭ്യത കുറയുന്നതോടെ നെല്ല്, ഗോതമ്പ്, ചോളം തുടങ്ങിയ കൃഷികളെ ഇത് സാരമായി ബാധിക്കും. വളം കുറച്ചുപയോഗിക്കാൻ കർഷകർ നിർബന്ധിതരാകുന്നത് വിളവെടുപ്പ് കുറയാനും ഭക്ഷ്യക്ഷാമത്തിനും വഴിതെളിക്കും. ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നത് കാർഷിക യന്ത്രങ്ങളുടെ പ്രവർത്തനത്തെയും ഭക്ഷ്യസാധനങ്ങളുടെ ചരക്ക് നീക്കത്തെയും ബാധിക്കുന്നുണ്ട്. ഇന്ധനവിലയിലെ 10% വർധനവ് ആഗോള പണപ്പെരുപ്പത്തിൽ വലിയ ആഘാതം ഉണ്ടാക്കുമെന്നാണ് IMF മുന്നറിയിപ്പ് നൽകുന്നത്. നൈട്രജൻ വളത്തിനായി ഇന്ത്യ പ്രധാനമായും ആശ്രയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ്. വളം കുറയുന്നത് വരാനിരിക്കുന്ന കൃഷി സീസണിനെ ബാധിക്കുകയും അരി, ഗോതമ്പ് എന്നിവയുടെ വില കൂടാൻ കാരണമാവുകയും ചെയ്യും. ബ്രസീൽ സോയ, ചോളം എന്നിവയുടെ ഉൽപാദനത്തിനായി 40% ഗൾഫ് വളത്തെയാണ് ആശ്രയിക്കുന്നത്. അതേസമയം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വളത്തിന്റെ വില കൂടുന്നത് കടുത്ത പട്ടിണിക്കും കാരണമായേക്കാം. ഗൾഫ് രാജ്യങ്ങളിലെ ഭക്ഷണത്തിന്റെ 90% ഇറക്കുമതി ചെയ്യുന്ന ഖത്തർ, UAE, സൗദി തുടങ്ങിയ രാജ്യങ്ങളെയും കപ്പൽ ഗതാഗതം തടസ്സം നേരിട്ട് ബാധിക്കും. ചുരുക്കത്തിൽ എണ്ണ വിലയേക്കാൾ ഉപരിയായി ലോകത്തെ ഊട്ടുന്ന വളം വിപണി തകരുന്നത് കോവിഡ് കാലത്തേക്കാൾ വലിയ സാമ്പത്തിക ഭക്ഷ്യ പ്രതിസന്ധിയിലേക്ക് ലോകത്തെ നയിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനിയെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് $1 കോടി പാരിതോഷികം പ്രഖ്യാപിച്ച് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. മുജ്തബ ഖമനിക്ക് പുറമെ ഇറാൻ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ഇറാൻ സർക്കാരിലെ പ്രധാന നേതാക്കളുടെ പേരുകളും പട്ടികയിലുണ്ട്. നേരത്തെ US ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനിക്ക് പരിക്കേറ്റെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഗെറ്റ്സ് പറഞ്ഞിരുന്നു. അതേസമയം ഇറാഖിന് മുകളിൽ തകർന്നു വീണ US സൈനിക വിമാനം KC-135 ഉണ്ടായിരുന്ന 6 പേരിൽ 4 പേർ മരിച്ചതായി US സ്ഥിരീകരിച്ചു. ഇറാനെതിരായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക നീക്കത്തിന്റെ ഭാഗമായ സൈനിക വിമാനമാണ് തകർന്നത്. വിമാനത്തിൽ ഉണ്ടായിരുന്ന 6 പേരിൽ 4 പേർ മരിച്ചെന്ന് സ്ഥിരീകരിച്ചു. US വിമാനം തകർന്നത് വെടിവയ്പിലല്ലെന്നും അറിയിച്ചു. എന്നാൽ US വിമാനം തങ്ങൾ വെടിവെച്ചിട്ടതാണെന്ന് ഇറാന്റെ പ്രധാന വാദം. ഇറാഖിലെ തങ്ങളുടെ സായുധ സംഘം മിസൈൽ ഉപയോഗിച്ച് US വിമാനം തകർക്കുകയായിരുന്നെന്നും ഇറാൻ അവകാശപ്പെട്ടു. ഇറാൻ യുദ്ധത്തെ തുടർന്നുണ്ടായ ആഗോള എണ്ണവില വർധന ജർമ്മനിയുടെ സാമ്പത്തിക തിരിച്ചുവരവ് പ്രതീക്ഷകൾക്ക് കടുത്ത തിരിച്ചടിയാവുകയാണ്. പെട്രോൾ, ഡീസൽ വിലയിലുണ്ടായ കുതിച്ചുചാട്ടം യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയെ മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമോ എന്ന ഭീതിയിലാണ് വിദഗ്ധർ. നിലവിലെ പ്രതിസന്ധിയിലും ജർമ്മനിയുടെ ഊർജ്ജ വിതരണം സുരക്ഷിതമാണെന്ന് സാമ്പത്തിക മന്ത്രി കാതറിനെ റൈഷെ വ്യക്തമാക്കി. US, ഇസ്രായേൽ, ഇറാൻ സംഘത്തെ തുടർന്ന് എണ്ണവിലയിൽ 30% വർധനവുണ്ടായെങ്കിലും രാജ്യത്ത് ആവശ്യത്തിന് എണ്ണ ശേഖരമുണ്ടെന്ന് അവർ അറിയിച്ചു. ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഗ്യാസിനെ ജർമ്മനി അധികം ആശ്രയിക്കാത്തതിനാൽ ഗ്യാസ് വിതരണത്തിൽ തടസ്സമുണ്ടായില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജർമ്മനിയിൽ ലിറ്ററിന് €2 മുകളിൽ പോയ ഇന്ധനവില സാധാരണക്കാരെയും ബിസിനസ്സുകളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ലോകത്തെ ആകെ എണ്ണ ഉൽപാദനത്തിന്റെ 1/5 കടന്നുപോകുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. ഇതാണ് ഇറാൻ ഉപരോധിച്ചിരിക്കുന്നത്. ചാൻസലർ ഫ്രീഡ്രിഷ് മേർസിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരമേറ്റപ്പോൾ സാമ്പത്തിക വളർച്ചയായിരുന്നു പ്രധാന വാഗ്ദാനം. എന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് പിന്നാലെയുണ്ടായ ഈ പുതിയ പ്രതിസന്ധി ജർമ്മനിയുടെ വാഹന, രാസവസ്തു,
ഉരുക്ക് വ്യവസായങ്ങളെ തളർത്തുകയാണ്. ഫോക്സ് വാഗൻ 50,000-ഓളം തൊഴിലവസരങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചതും പോർഷയുടെ ലാഭത്തിലുണ്ടായ 91% ഇടിവും ജർമ്മൻ വ്യവസായ മേഖല നേരിടുന്ന തകർച്ചയുടെ ആഴമാണ് വ്യക്തമാക്കുന്നത്. അതേസമയം യുദ്ധ സാഹചര്യത്തിൽ ആയുധ നിർമ്മാണ കമ്പനികൾക്ക് വൻ ലാഭമാണ് ഉണ്ടായതെന്ന് ശ്രദ്ധേയമാണ്. യുദ്ധം നീണ്ടുപോയാൽ അത് ജർമ്മനിയുടെ സുരക്ഷയെയും ഊർജ്ജ വിതരണത്തെയും മാത്രമല്ല അഭയാർത്ഥി പ്രവാഹത്തെയും ബാധിക്കുമെന്ന് ചാൻസലർ മെർസ് ആശങ്ക പ്രകടിപ്പിച്ചതും രാജ്യത്തിന്റെ പുരോഗതിയെ പിന്നോട്ടടിക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നോർവേയിൽ സന്ദർശനം നടത്തി ജർമ്മൻ ചാൻസലർ ഫ്രീഡറിക് മെർസ്. ചാൻസലർ മെർസ് വെള്ളിയാഴ്ച നോർവേയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി. ബഹിരാകാശ സഹകരണം, നാറ്റോ പ്രതിരോധ ബന്ധങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് നോർവീജിയൻ പ്രധാനമന്ത്രി ജോനാസ് ഗഹർസ്റ്റോറുമായി ചർച്ചകൾ നടത്തിയത്. ബവേറിയൻ സ്റ്റാർട്ടപ്പായ ഇസാർ എയ്റോസ്പേസ് യൂറോപ്യൻ ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിനായി റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ആന്തോയ സ്പേസ് പോർട്ടിലാണ് ഇരു നേതാക്കളും സന്ദർശനം ആരംഭിച്ചത്. നിലവിൽ ജർമ്മനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ വിതരണക്കാരാണ് നോർവേ. അതേസമയം ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളിൽ നിന്ന് അകലം പാലിച്ച് ചാൻസലർ ഫ്രീഡറിക് മെർസ്. നോർവേയിൽ നാറ്റോ സഖ്യങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ജർമ്മനിയുടെ നിലപാട് വ്യക്തമാക്കിയത്. ഈ യുദ്ധത്തിൽ ജർമ്മനി പങ്കാളിയല്ലെന്നും മിഡിൽ ഈസ്റ്റിലെ യുദ്ധഭൂമിയിലേക്ക് ജർമ്മൻ സൈനികരെ അയക്കില്ലെന്നും മെർസ് പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലെ എണ്ണക്കപ്പലുകളുടെ തടസ്സം നീക്കാൻ പോലും ജർമ്മനി നേരിട്ട് ഇടപെടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഊർജ്ജ പ്രതിസന്ധി കണക്കിലെടുത്ത് എയർ ഇന്ത്യക്ക് പിന്നാലെ രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോ യാത്രാക്കൂലിക്കൊപ്പം ഇന്ധന സർചാർജ് പ്രഖ്യാപിച്ചു. ഇതോടെ വിമാനക്കൂലി വർദ്ധിക്കും. ആഭ്യന്തര സർവീസുകളുടെ ടിക്കറ്റിൽ 425 രൂപയാണ് വർധനവ്. ഏറ്റവും ഉയർന്ന വർധന യൂറോപ്പിലേക്കുള്ള ടിക്കറ്റുകൾക്കാണ്, 2300 രൂപ. മാർച്ച് 14 പുലർച്ചെ 1 മുതൽ എടുക്കുന്ന ടിക്കറ്റുകൾക്കാണ് നിരക്ക് വർധന ഉണ്ടായിരിക്കുന്നത്. എയർ ഇന്ത്യ ആഭ്യന്തര സർവീസുകൾക്ക് 399 രൂപയാണ് സർചാർജായി പ്രഖ്യാപിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.